ഇന്ന് രാവിലെ എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു സുഹൃത്തൊരു പ്രധാന പത്രത്തിൻ്റെ വാർത്ത അയച്ചു തന്നു. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ഭക്തനായ താൻ 37 വർഷമായി ദർശനം നടത്താറുണ്ടെന്നും അത് അവകാശമാണെന്നും മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി അടിക്കടിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നത് മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെ ഭാഗമാണെന്നും ഹൈന്ദവ സമുദായത്തെ പ്രീണിപ്പിക്കാനാണെന്നുമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനത്തിനായിരുന്നു മറുപടി. എവിടെയാണ് ഞാനിങ്ങനെ ഒരു വിമർശനം നടത്തിയത്? മൂകാംബിക എന്നുള്ള വാക്ക് ഞാൻ ഉച്ചരിക്കുന്നത് ഇപ്പോൾ ഈ വാർത്ത വായിച്ചപ്പോഴാണ്. ഇവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഉണ്ടായിരുന്നവരാണ് നിങ്ങളെല്ലാം. അപ്പോൾ ഇത് ഏറ്റവും അധമമായ മാധ്യമ പ്രവർത്തനമാണ്. ഈ പിന്നെ മാധ്യമപ്രവർത്തനമെന്ന് പറയുമ്പോൾ ഇങ്ങനൊരു വാർത്ത കൊടുക്കുമ്പോൾ ഇത് കൊടുത്ത പത്രത്തിൻ്റെ ആൾ എന്നെ വിളിച്ച് ചോദിക്കണം, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു, നിങ്ങളിങ്ങനെ വിമർശനം നടത്തിയിട്ടുണ്ടോ? ഇത് അന്വേഷിക്കണ്ടേ? അപ്പം ഞാൻ നടത്താത്ത ഒരു പരാമർശം എന്തടിസ്ഥാനത്തിലാണ് ശ്രീ വി.ഡി. സതീശൻ മറുപടി പറയാൻ ആധാരമാക്കിയത്? ആരെങ്കിലും പറയുന്നത് കേട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പാടുണ്ടോ? ഇത് കൊടുക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ പിന്തുടരേണ്ട ഒരു മാധ്യമധർമ്മമാണ് എന്താ? ആരാണോ ഒരു വാർത്തയുടെ ഇര, ആ ഇരയോട് ചോദിക്കുക, ഇങ്ങനൊരു വാർത്ത നിങ്ങളെക്കുറിച്ച് വരുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം മൂകാംബിക ക്ഷേത്രത്തിൽ എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്. ആരാധനാലയങ്ങളിൽ പോകുന്നതിനെ ഞങ്ങൾ ഒരിക്കലും വിമർശിക്കുകയില്ല, കമ്മ്യൂണിസ്റ്റുകാരൊരിക്കലും വിമർശിക്കുകയില്ല. സഖാവ് EMS തൻ്റെ പത്നിക്ക് പളനി ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പളനി ക്ഷേത്രത്തിൽ ആര്യാന്തർജനത്തിനൊപ്പം EMS പോയത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അപ്പോൾ ചിലരതിനെ വിമർശിച്ചു, EMS എന്തിനാണ് ഭാര്യയുടെ കൂടെ പോയത്? ഇപ്പോൾ AKG ആണ് അതിന് മറുപടി പറഞ്ഞത്. EMSൻ്റെ ഭാര്യ ആര്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ വേറെ ആരാ കൂടെ പോകേണ്ടത്? ഭർത്താവല്ലേ കൂടെ പോകേണ്ടത്? അപ്പോൾ EMS നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ എല്ലാവരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ ആദരിക്കുന്നവരാണ്. ഇത് വളരെ ബോധപൂർവമാണ്. CPIM-ഉം CPIM ജനറൽ സെക്രട്ടറിയും മൂകാംബിക ക്ഷേത്രത്തിൽ കേരള മുഖ്യമന്ത്രി പോയി എന്നതിനെ വിമർശിച്ചു എന്ന് പറഞ്ഞൊരു കൃത്രിമ വാർത്ത, ഒരു അശ്ലീല വാർത്ത, അത് സംഘടിപ്പിക്കുന്നത് CPIM-നും ഇടതുപക്ഷത്തിനുമെതിരായി വ്യാജ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലുള്ള ദുഃഖം, സങ്കടം ഞാൻ അറിയിക്കുകയാണ്. വസ്തുത എന്താണെന്നുള്ളത് നിങ്ങളിലൂടെ ആളുകൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ശ്രീ ശ്രേംസ് കുമാറിനെ ഞാൻ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ മാനേജിങ് എഡിറ്ററെ, ആ പത്രത്തിലാണ് ഇത് വന്നത്. ഒരു സാധാരണ മാധ്യമധർമ്മമാണ് ഒരാളെക്കുറിച്ച് ആരെക്കുറിച്ചും വിമർശനം പ്രസിദ്ധീകരിക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു വിഷയമാകുമ്പോൾ വിളിച്ച് ചോദിക്കണം. നിങ്ങൾ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരാണല്ലോ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു? എൻ്റെ ഓർമ്മയിൽ ഞാനത് പറഞ്ഞിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഒന്ന്. ഇനി നമുക്ക് സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വാർത്ത വന്നതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇന്ന് രാവിലെ ഇത് കിട്ടിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. സതീശന്റെ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നതിന് വേണ്ടി അങ്ങ് ഇങ്ങനെ തെറ്റായി കോട്ട് ചെയ്തതാകാം. അതെന്താണെന്നുള്ളതിന് ഞാൻ ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും പറയില്ല. ഞാനതിലുള്ള വസ്തുത കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യമായി ഇത് പത്രത്തിനകത്ത് വന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള പാർട്ടിക്കെതിരായി ഈ മ്ലേച്ഛമായ തരത്തിലുള്ള കള്ളപ്രചാര വേല ബോധപൂർവമോ മറ്റോ ആരോ നടത്തുന്നുണ്ട്. അതിൽ മാതൃഭൂമി പത്രം ഇരയായതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ശ്രീ MV ശ്രേംസ് കുമാറിനെ വിളിച്ച് അന്വേഷിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചില ചോദ്യത്തിന് മറുപടിയായിട്ട് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് വേണമെങ്കിൽ വല്ലതും പറയാം ശ്രീ വി.ഡി. സതീശനെ കുറിച്ച്. പക്ഷേ ഞാൻ പറയുന്നില്ല. എൻ്റെ രീതി അതല്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് അതിനോട് പ്രതികരിക്കുകയല്ല, വസ്തു മനസ്സിലാക്കിയിട്ടേ പറയുള്ളൂ. ഇനി നമ്മൾ പലരും കണ്ട അതീവ മനോഹരമായ പുൽത്തകിടിയിലെ കവിത, അത് ലയണൽ മെസ്സിയാണ് താരം. ഇതിനിടയ്ക്ക് ഞാൻ ഈ കളിയെക്കുറിച്ച് അതിപ്രസിദ്ധനായിട്ടുള്ള ഫ്രഞ്ച് കളിക്കാരൻ തിയറി ഒൺറി, ഹെൻറി എന്നാണ് എഴുതുക, പക്ഷേ ഒൺറി എന്നാണ് ഉച്ചരിക്കേണ്ടത്. ബാർസലോണ താരമായിരുന്നു, മറ്റു പല ടീമിലും. അദ്ദേഹം ഈ മെസ്സിയുടെ ഇന്നലത്തെ 2 അസിസ്റ്റുകൾ, ഗോൾ അടിക്കാനുള്ള അവസരമൊരുക്കിയ മെസ്സിയുടെ കേളി ചാതുര്യം, അതിനെക്കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും, നിങ്ങളത് നോക്കിയാൽ മതി. മറ്റൊന്ന് 80 മിനിറ്റ് കഴിഞ്ഞാലേ അർജൻറ്റീന കളിക്കുകയുള്ളൂ എന്നിപ്പം ആളുകളൊരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. ഈജിപ്തുമായിട്ടുള്ള കളിയും ഇന്നലെ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയും കഴിഞ്ഞിട്ട്. പിന്നെ മാധ്യമരംഗത്തുള്ളവരും അല്ലാത്തവരുമെല്ലാം ഒരു കളി
അർജൻറ്റീനയൊന്ന് കളിച്ച് ജയിക്ക് എന്നീ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്. പിന്നെ റഫറി സഹായിക്കാതെ ഒരു ഗോളടിച്ച് കാണിക്ക്, പിന്നെ പ്രബലമായൊരു ടീമിനോട് കളിച്ച് ജയിക്ക്. ഇങ്ങനെയൊക്കെ ഇത്രയും ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറച്ചിലിനെല്ലാമുള്ള ഒരു മറുപടിയാണ് ഇംഗ്ലണ്ടിനെതിരെയായി ഇന്നലെ അർജൻറ്റീന നേടിയ അസന്നിഗ്ധമായ വിജയം. ഇനി നമുക്ക് ഫൈനലിന് കാത്തിരിക്കാം. നടക്കാതെ പോയ ഫൈനലിസിമോ യമാലിൻ്റെ ടീമും മെസ്സിയുടെ ടീമും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഇതെല്ലാം നമ്മൾ കാത്തിരിക്കുകയാണ്. വളരെ നന്നായിട്ട് നമുക്കിത് ആസ്വദിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കളി നടക്കുമ്പോൾ നാട്ടിൽ പവർ കട്ടാണ് എന്നുള്ള പരാതിയുണ്ട്. വലിയ പരാതിയാണ് ഫുട്ബോൾ ആരാധകർക്ക്. വളരെ ശരിയാണ്. ഈ വിഷയം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഉന്നയിച്ചതാണ്. ഓർമ്മ ശരിയാണെങ്കിൽ സഭയിൽ തന്നെ അദ്ദേഹം ഉന്നയിച്ചു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു. അപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കളി നടക്കുന്ന സമയത്ത് പവർ കട്ട് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കാം എന്ന് വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രി പറഞ്ഞതും ഞാൻ വായിച്ചു. പക്ഷേ നൽകിയ ശ്രദ്ധ ഒന്നുകിൽ വേണ്ടത്ര പോരാഞ്ഞതുകൊണ്ടോ മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളോ കൊണ്ട് ആവാം അത് നടപ്പാകാതെ പോയത്. എന്നെയും ചിലർ വിളിച്ചിട്ട് പറഞ്ഞു, അർജൻറ്റീനയുടെ ആരാധകരെ വിളിച്ച് പറഞ്ഞു, ഇംഗ്ലണ്ടിൻ്റെ ആരാധകരെ വിളിച്ച് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കളി നടക്കുന്നിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അല്ല, താങ്കൾ ഫൈനലിലും ഇത്തരമൊരു ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഫൈനലിന് മാത്രമല്ല, ലൂസേഴ്സ് ഫൈനലും വളരെ പ്രധാനമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും കൂടെയുള്ള കളിയാണ്. അപ്പോൾ ഇനിയുള്ള 2 കളിയും, ലൂസേഴ്സ് ഫൈനലും അത് കഴിഞ്ഞ് നടക്കുന്ന ഫൈനലും പ്രത്യേകം ജാഗ്രത പാലിച്ചുകൊണ്ട് കളി ഒന്ന് വെളുപ്പാങ്കാലത്ത് 2:30-ക്കാണ്, അത് ലൂസേഴ്സ് ഫൈനലാണെന്ന് തോന്നുന്നു. ഫൈനൽ രാത്രി 12:30-ക്കാണ്. ആ സമയത്ത് വിദ്യുത് ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ആ സമയത്ത് മാത്രമല്ല, വിദ്യുത് ശക്തി പൊതുവിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട കരുതൽ ഇപ്പോൾ ഈ പല വിസ്മയങ്ങളും തീർക്കുന്ന ഈ ഗവൺമെൻറ് വിദ്യുത് ശക്തി ലഭ്യമാക്കുക തുടങ്ങിയ പ്രാഥമിക പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് പറയാനുള്ളത്. അത് വലിയ ചുടുകാട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് CPM-ഉം CPI-യും കൂടെ സംയുക്തമായിട്ടാണ്. അതിൻ്റെ വാതിലിൻ്റെ തന്നെ താക്കോല് CPI-യുടെ കയ്യിലും ഒരു താക്കോലുണ്ട്, CPM-ൻ്റെ കയ്യിലും ഒരു താക്കോലുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് വലിയ ചുടുകാട്ടി പോയിരുന്നു. ആലപ്പുഴ വേറൊരു ആവശ്യത്തിന് പോയപ്പം അവരെയൊക്കെ ഇത് പരിചയപ്പെടുത്തണമല്ലോ ടെക്സാക്ഷികളെക്കുറിച്ച്. അപ്പം എനിക്ക് മുൻകൂട്ടി പറഞ്ഞ് താക്കോല് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഈ VS-ൻ്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ CPIM-ഉം അതുപോലെ തന്നെ CPI-യും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അവർ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും.